കൂട്ടുകാരെ, ഞാൻ ലേഖ റഫീഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്ന ഒരു കിടില റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ, നമ്മുടെ മോളുടെ അച്ഛൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൊണ്ടുവന്നു. അവർക്ക് വലകെട്ടുള്ളതാണ്. ആ ഉണക്കച്ചെമ്മീൻ കൊണ്ട് നമ്മൾ 2 കൂട്ടം കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഉണക്കച്ചെമ്മീൻ കൊണ്ട് നമുക്ക് വറ്റൽമുളക് കൊണ്ട് ഒരു ചമ്മന്തി അരക്കാം. നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങി തക്കാളി കൊണ്ട് ഒരു ചാറും കാച്ചാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ. അപ്പോൾ അതേ ചേച്ചി അടപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൺചട്ടി അടപ്പിലോട്ട് വെക്കാം. അപ്പം ഞാൻ ചമ്മന്തി അരക്കാനുള്ള ചെമ്മീൻ ഞാൻ കിള്ളിയിട്ടില്ല, അത് കഴുകി ഉണക്കിയതാണ്. നമുക്ക് കറി വെക്കാനുള്ള ഞാൻ കഴുകി തലയും വാലും ഞൊട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ടിടാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 4 പച്ചമുളക്, 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് തിളക്കട്ടെ. ചെമ്മീൻ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തക്കാളി, 2 തക്കാളി. ഈ തക്കാളി നമ്മുടെ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ മോനും മോളും കൂടി നടത്തുന്ന കൃഷിയാണ്. അതിനകത്തുള്ള തക്കാളിയാണ്. നമുക്കൊരു 10 തക്കാളിയോടെ ഇന്ന് നമ്മൾ പറിച്ചിട്ടുണ്ട്. രാവിലെ വിളവെടുത്തിട്ടുണ്ട്. ഒരു 10 പാവക്ക വിളവെടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള തക്കാളി നല്ല നാടൻ തക്കാളിയാണ് നമ്മൾ ഈ ചെമ്മീനകത്ത് ഇടുന്നത്. അപ്പോൾ നമുക്കത് തിളച്ച് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. നമ്മൾ ഇപ്പുറത്തൊരു ഇന്ത്യാലത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ നല്ലോണം ഒന്ന് വറുത്ത്, ഇപ്പം അതായത് നല്ല മണം വരുന്നുണ്ട് ചെമ്മീൻ്റെ. ആ ഉണക്കച്ചെമ്മീൻ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ചൂടായാൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടൊക്കെ ഒരു മാതിരി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇത് കണ്ട ചെമ്മീനൊക്കെ ഞാൻ ഈ ചെമ്മീനൊന്ന് മാറ്റിയാണ്. ചെമ്മീൻ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത് മീൻ ചൂടാക്കി മാറ്റിയിട്ട് നമുക്ക് ഈ വറ്റൽമുളക്, ഞാനൊരു 6-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മളിതൊന്നും എണ്ണ ഒഴിക്കാതെയാണ് എല്ലാം ചൂടാക്കി എടുക്കുന്നത്. എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് ഈ ചമ്മന്തിക്ക്, എണ്ണയുടെ ആവശ്യമില്ല. വറ്റൽമുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് നമ്മുടെ വറ്റൽമുളക് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കത് ഞാനൊരു 8 ചെറിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് എടുത്ത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. 2 കറിക്കും കൂടി, ചെമ്മീൻ ചാറ് വെക്കാനും ചമ്മന്തിക്കും കൂടി 1.5 തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പകുതിയോളം തേങ്ങ നമുക്ക് ഈ വറ്റൽമുളക്, അപ്പോൾ ഈ തേങ്ങയും കൂടി ഒന്ന് അധികം വറുക്കണ്ട, ഒന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പക്ഷെ തേങ്ങ അധികം മൂത്ത് പോകണ്ട. നമ്മൾ പച്ചത്തേങ്ങ ചമ്മന്തി അല്ല അരക്കുന്നത്. നമ്മളിതൊന്ന് വറുത്ത് നമുക്കൊന്ന് അരക്കാനാണ്. വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടുള്ള റെസിപ്പിയാണിത്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ ഈ രീതിയിലൊന്നും നിങ്ങൾ ചമ്മന്തി അരക്കുന്നത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതാക്കി നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം പുളി, വാളം പുളി, അത് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി നോക്കിയിട്ട് ഇത്തിരി കൂടിയിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത ചെമ്മീനും കൂടി നമുക്ക് ഒന്നുകൂടിയിട്ട് ഒന്ന് ചൂടാക്കി. അപ്പോൾ നമ്മുടെ ചെമ്മീനും പച്ചമുളകും ചെറിയ ഉള്ളി തേങ്ങയും പുളി കറിവേപ്പിലയൊക്കെ കൂടി നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിന് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇതൊന്ന് ആറി ചമ്മന്തി അരക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പുറത്തോട്ട് പോകാം. പിന്നെ നമ്മുടെ ചെമ്മീൻ തിളച്ചിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് നമ്മുടെ തക്കാളി
നമ്മുടെ നാടൻ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞ് കൊടുക്കാം. തിളച്ചിട്ട് വേണം നമുക്ക് മാങ്ങ ഇടാം. എന്ന് വെച്ചാൽ മാങ്ങ നമ്മുടെ മാവേലുണ്ടായി മൂവാണ്ടം മാങ്ങയാണ്. അത് പെട്ടെന്ന് കലങ്ങിപ്പോണ മാങ്ങയാണ്. അപ്പോൾ അത് നമ്മൾ തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഉപ്പ് പുരട്ടി വെച്ചേക്കണേണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയാമല്ലെങ്കിൽ ചേച്ചി ഒരു ഒറ്റമൂല് ചേച്ചി പറഞ്ഞു തരാം. സാധാരണ നമ്മൾ മീൻ കൂട്ടാത്തിൽ ഇടണത് മൂവാണ്ടം മാങ്ങ, അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു മാങ്ങ കിട്ടിയാണ് നല്ല വലിയ മാങ്ങ, ഈ അലുത്ത് പോണ മാങ്ങ കിട്ടുകയാണെങ്കിൽ ആ മാങ്ങ അലുത്ത് പോകാതിരിക്കാൻ നമ്മൾ മീൻ വെക്കുമ്പോൾ അത് അതേ വഴി കിടക്കാൻ വേണ്ടി നമ്മൾ അലുത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഒറ്റമൂലിയുണ്ട്. മാങ്ങ ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് കനത്തിൽ നീളത്തിൽ മുറിച്ചിട്ട് ഉപ്പ് പുരട്ടി ഒരു 10 മിനിറ്റ് ഉപ്പ് പുരട്ടി വെക്കാമെങ്കിൽ നല്ല കല്ല് പോലെ ഉടയാതെ നമുക്ക് കിട്ടും മീനിൽ. അതിനാണ് ചേച്ചി ഇത് പുരട്ടി വെച്ചേക്കണം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എല്ലാം കൂടി ഇട്ടുകൊണ്ട് നമുക്കൊരു അടിയടിച്ച് നമുക്ക് ചമ്മന്തി ആക്കി എടുക്കാം. ഞാൻ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരച്ച് നല്ല ഉണ്ടയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നല്ല മണം ഇപ്പം തന്നെ കാറ്റുണ്ട്. നമ്മുടെ ചെമ്മീനും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ തക്കാളി നമ്മൾ നല്ലോണം ഉടച്ച് കളയുന്നില്ല. തക്കാളി അങ്ങനെ കിടന്നെങ്കിൽ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളി ഉടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടേക്കണം മാങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി, അധികം തിളക്കണ്ട. അപ്പോൾ മാങ്ങ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കിക്കൊണ്ട് മിക്സിയിലോട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചെമ്മിച്ചാറിനോട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മുറി തേങ്ങയുണ്ട്. അതിനോടൊപ്പം ഒരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ചേച്ചി നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം ഉടയാതെ, തക്കാളിയും മാങ്ങയൊക്കെ നല്ലോണം ഉടയാതെ കിടക്കുന്നുണ്ട്. നമുക്കിതിന് നമ്മൾ ഈ ഭക്ഷണശാല ഹോട്ടലിലല്ല, നമുക്കിന്ന് വർക്കിംഗ് ഇല്ല. നമ്മുടെ വീട്ടിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണിന്ന്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മുടെ കറി നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് മണിയൊക്കെ ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഫ്ലെയിം ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ഈ വളരെ എളുപ്പമുള്ള കറിയാണ്. നമുക്ക് ഈ ഉണക്കച്ചെമ്മീനും മാങ്ങയും ഉണക്കച്ചെമ്മീനും നമുക്കിപ്പോൾ പുളി ഇട്ട് വെക്കാം, മാങ്ങ ഇട്ട് വെക്കാം, അമ്പഴങ്ങ ഇട്ട് വെക്കാം. ഞാൻ വേറൊരു ദിവസം അമ്പഴങ്ങ ഇട്ടുള്ള റെസിപ്പി കാണിച്ചു തരാം. അമ്പഴങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ചേച്ചി അത് മറന്നു പോയില്ല. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വറയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങയും കൂടിയുള്ള തേങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണക്കച്ചെമ്മീൻ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു ഉഷാർ വീഡിയോയുമായി കാണാം നാളെ. ബൈ.